ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസും അതിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസും അതോടൊപ്പം തന്നെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിനെയും കുറിച്ചാണ്. അപ്പൊ എവിടെയാണ് ഇവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ്, എപ്പോഴാണ് ഫോം ചെയ്തത്, ആരാണ് ഇതിന്റെയൊക്കെ ഹെഡ്, എന്തിനു വേണ്ടിയാണ് ഈ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയത്, അവരെന്താണ് അവരുടെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ്. യുണൈറ്റഡ് നേഷൻസ് ഒക്ടോബർ 24 1945 യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, വേൾഡ് വാർ ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യങ്ങളൊക്കെ വല്ലാതെ ഷാറ്റേർഡ് ആയി പോയി. അവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് അധപ്പതിച്ചു പോയി. അപ്പൊ ഇനി ഒരു വേൾഡ് വാർ ഉണ്ടാവരുത്, രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാവണം, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതിനു വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാകുന്നത്. അപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, ഒരു രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, വരൾച്ചയുണ്ട് അല്ലെങ്കിൽ ഫ്ലഡ് വന്ന രാജ്യം കംപ്ലീറ്റ് ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം, ബാക്കിയുള്ള കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ ഇന്റർനാഷണൽ ലോസിനെ ഒക്കെ പരിപാലിക്കുക. ഇതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിനു വേണ്ടി 6 ഓർഗനൈസേഷൻസ് യുണൈറ്റഡ് നേഷൻസിന് തന്നെ ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് എത്രയുണ്ട്? 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. പിന്നെ 193 മെമ്പർ കൺട്രീസ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് ഉണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ മാൻഹാട്ടൻ സിറ്റിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാം. യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്ലാഗ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണുള്ളത്? ഒരു വൈറ്റ് ഇതില് നമ്മുടെ വേൾഡ് മാപ്പ് ഉണ്ട് അല്ലെ? വേൾഡ് മാപ്പില് ചുറ്റും എന്തുണ്ട്? ഒലീവ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഒലീവ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പ്രതീകമാണ് ഒലീവ് ബ്രാഞ്ചസ്. ഓക്കെ, പീസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒലീവ് ബ്രാഞ്ചസ്. പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആരൊക്കെയാണ്? അമേരിക്ക അല്ലെ, USA, പിന്നെ UK, റഷ്യ, ചൈന ആൻഡ് ഫ്രാൻസ്. അപ്പൊ USA, UK, റഷ്യ, ചൈന, ഫ്രാൻസ്, ഈ 5 രാജ്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻസിന്റെ പെർമനന്റ് മെമ്പേഴ്സ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, സ്പാനിഷ്, റഷ്യൻ ആൻഡ് അറബിക്. അതിൽ ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചും ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യുണൈറ്റഡ് നേഷൻസിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ ആണ് UN ജനറൽ അസംബ്ലി. ഇപ്പൊ ജനറൽ അസംബ്ലി ശരിക്കും പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UN-ന്റെ ബഡ്ജറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. UN-ന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. സെക്രട്ടറി ജനറലിനെ സെലക്ട് ചെയ്യണം. അതുപോലെ ഇവരുടെ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ റിപ്പോർട്ട് ജനറൽ അസംബ്ലിയുടെ മുന്നിൽ കിട്ടും. അപ്പൊ അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണോ, റെസൊല്യൂഷൻസ് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് UN-ന്റെ ജനറൽ അസംബ്ലിയാണ്. എല്ലാ വർഷവും സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഇവരുടെ ആനുവൽ മീറ്റിംഗ് നടക്കാറുള്ളത്. 193 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ളത്. Decisions on peace and security, admission of new members and budgetary matters requires 2/3 majority in General Assembly. General Assemblyന്റെ 2/3 majority ഉണ്ടെങ്കിൽ മാത്രമേ പീസ് ആൻഡ് സെക്യൂരിറ്റി അല്ലെ, ലോക സമാധാനം സംബന്ധിച്ചെടുത്ത വിഷയങ്ങളൊക്കെ, അതുപോലെ തന്നെ പുതിയ മെമ്പേഴ്സിനെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ബഡ്ജറ്റ് സംബന്ധമായ കാര്യങ്ങളും പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള മാറ്റേഴ്സിന് ജസ്റ്റ് സിമ്പിൾ മെജോറിറ്റി മതിയാകും. എല്ലാ വർഷവും ജനറൽ അസംബ്ലിക്ക് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫിലിമോൺ യാങ് ആണ്. അടുത്ത പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ ആണ് UN-ന്റെ സെക്യൂരിറ്റി കൗൺസിൽ. സോ മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇന്റർനാഷണലി പീസും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാന ഉദ്ദേശം. അപ്പം ഇന്റർനാഷണൽ പീസ് കീപ്പർ ആരാണ്? യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ ആണ്. ഇന്റർനാഷണൽ സാങ്ഷൻസ് ഏതെങ്കിലും രാജ്യത്തിന് ഏർപ്പെടുത്തണോ, മിലിറ്ററി ആക്ഷൻ ഏതെങ്കിലും രാജ്യത്തിനെതിരെ കൊണ്ടുവരണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് UN-ന്റെ സെക്യൂരിറ്റി കൗൺസിൽ ആണ്.
അപ്പം 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സുമാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഉള്ളത്. പെർമനന്റ് മെമ്പേഴ്സ് ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA ആണ്. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ലക്ഷ്യം. എല്ലാ മാസവും ഇതിന്റെ പ്രസിഡൻസി ഓരോ രാജ്യങ്ങൾക്കായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. യുണൈറ്റഡ് നേഷൻസിന്റെ അടുത്ത ഓർഗനൈസേഷൻ ആണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. അപ്പം ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനാണ്. അതിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. 54 മെമ്പേഴ്സ് ആണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ ഉള്ളത്. ഇപ്പോ ഇതിന്റെ പ്രസിഡന്റ് ബോബ് റേ ആണ്. ഓക്കെ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വേൾഡ് വാർ ടൂവിന് ശേഷം പരാജയപ്പെട്ട രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് കോളനികളായിട്ട് വെച്ച ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ സ്ഥലങ്ങളിൽ ജീവിച്ചു വന്ന ആളുകൾ അല്ലെ, അവിടുത്തെ ഇൻഹെബിറ്റൻസ്, അവരുടെ അവകാശങ്ങളെ, ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചത്. 1 നവംബർ 1944 വരെയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തിച്ചത്. പിന്നീട് അതിൽ മെമ്പേഴ്സ് ഒന്നുമില്ല, കാരണം എല്ലാ കൺട്രീസും ഇൻഡിപെൻഡന്റ് ആയി. ഈ കോളനികളായിരുന്ന എല്ലാ കൺട്രീസും ഇൻഡിപെൻഡന്റ് നേഷൻസ് ആയി. അപ്പം അതിനുശേഷം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അത് പൂർണ്ണമായും ഡിസോൾവ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പോയിട്ടില്ല. കാരണം ഇനിയും ഒരു യുദ്ധം അഥവാ ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാനാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. നിലനിൽക്കുന്നുണ്ടോ അതോ ഇനാക്റ്റീവ് ആയോ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഭാവിയിൽ ഉണ്ടായാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അതിൽ ആക്റ്റീവായിട്ട് ഇടപെടും. അടുത്തതാണ് സെക്രട്ടേറിയറ്റ്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ബാക്കി ഓർഗനൈസേഷൻസിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ. നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആരാണോ അയാള് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെയും ഹെഡ്. അപ്പൊ ഇപ്പോഴാരാണ് UN സെക്രട്ടറി ജനറൽ, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി അല്ലെ, ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഒക്കെ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പൊ വേൾഡ് കോർട്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക? അതെ, കോടതിയാണ്. ലീഗൽ ഇഷ്യൂസ് ഒക്കെ സെറ്റിൽ ചെയ്യും. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിയെ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് നിയമോപദേശം കൊടുക്കുക അല്ലെ, അതുപോലെയുള്ള അഡ്വൈസസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യലുമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മെയിൻ ആയിട്ടുള്ള കർത്തവ്യം. ദ ഹേഗ്, നെതർലാൻഡ്സ്. അപ്പൊ നെതർലാൻഡ്സിലെ ഹേഗിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. Then ICJ consists of a panel of 15 judges. 15 ജഡ്ജസ് ആയിരിക്കും ICJന്റെ പാനലിൽ ഉണ്ടാവുക. 9 years ആയിരിക്കും അവരുടെ ടേം. ഓക്കെ, 9 വർഷത്തേക്കായിരിക്കും അവരുടെ ജഡ്ജസിനെ നിയമിക്കുന്നത്. 15 ജഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. അപ്പൊ ഇത്രയുമാണ് യുണൈറ്റഡ് നേഷൻസിനെ പറ്റി പറയാനുള്ളത്. യുണൈറ്റഡ് നേഷൻസും അതിന്റെ പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസും 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വേൾഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്കിനി അതിനെ പറ്റി നോക്കാം. അടുത്തത് ബ്രിക്സിനെ പറ്റി നോക്കാം. ഓക്കെ. അപ്പം ഫസ്റ്റ് സമ്മിറ്റ് നടന്നത് എപ്പോഴാണ്? ജൂൺ 16, 2009 അപ്പൊ 2009 ഇത് ആക്ച്വലി എന്തായിരുന്നു? ബ്രിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഈ 4 രാജ്യങ്ങളുമായിരുന്നു ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തത്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക എപ്പോഴാണ് ജോയിൻ ചെയ്തത്? 2010 ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ പേരെന്തായി? ബ്രിക്സ് എന്നായി. BRIC എന്നുള്ളത് BRICS, ബ്രിക്സ് ആയി. ഇപ്പം 2024 ജനുവരി 1 മുതൽ ഈജിപ്ത്, എഥിയോപ്യ, ഇറാൻ, UAE, ഈ 4 രാജ്യങ്ങൾ കൂടി ബ്രിക്സിന്റെ മെമ്പറാണ്. പക്ഷെ ബ്രിക്സിന്റെ പേര് ബ്രിക്സ് എന്ന് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചൈനയിലെ ഷാങ്കായ് ഇൻ ചൈനയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഫോർമേഷൻ നടന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്.
അപ്പൊ എന്തിനു വേണ്ടിയാണ് ബ്രിക്സ് ഫോം ചെയ്തത്? ആക്ച്വലി എക്കണോമിക് ആയിട്ടുള്ള റീസൺസിന് വേണ്ടിയിട്ടാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എൻകറേജ് ചെയ്യാനും അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാക്കാനും വേണ്ടിയിട്ടാണ് ബ്രിക്സ് എന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ നവംബർ 1 1993 യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചിട്ടുള്ളത്. ബ്രൂസൽസ് ഇൻ ബെൽജിയം ആണ് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 27 രാജ്യങ്ങളാണ് ടോട്ടൽ മെമ്പേഴ്സ്. അവസാനം ജോയിൻ ചെയ്തത് സ്വീഡൻ ആണ്. ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉർസുല വോണ്ടർ ലെയോൺ. ഓക്കെ, ഉർസുല വോണ്ടർ ലെയോൺ ആണ് ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ്. അവരുടെ മോട്ടോ എന്താണ്? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ആന്തം ഓഫ് യൂറോപ്പ് ആണ് അവരുടെ ആന്തം. അപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എക്കണോമിക്കലി ആയാലും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയാലും ട്രേഡ്, ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, ഈ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയൻ. നേറ്റോ ഓർ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇപ്പൊ വാഷിംഗ്ടൺ DC-യിൽ 1949 വേൾഡ് വാർ 2 ശേഷം 4th April 1949 വാഷിംഗ്ടൺ DC-യിൽ വെച്ചിട്ട് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്? ഒരു മിലിറ്ററി അലയൻസ് ആണ്. അതായത് ഇതിലുള്ള 32 മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, അതായത് ഡിഫൻസ് പരമായിട്ട് ഏതെങ്കിലും രാജ്യം ഇവരെ ആക്രമിക്കുകയോ മറ്റോ ചെയ്താൽ എല്ലാ നേഷൻസും, ഈ 32 മെമ്പർ നേഷൻസും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് അവരെ പ്രതിരോധിക്കും. അപ്പൊ ഒരു മിലിറ്ററി അലയൻസ് ആണ് ആര്? നേറ്റോ. ഓക്കെ, ദെൻ ഇതിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രൂസൽസ് ഇൻ ബെൽജിയം. ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഓക്കെ, ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് ഇപ്പോഴത്തെ നാറ്റോയുടെ ചെയർമാൻ. ആഫ്രിക്കൻ യൂണിയൻ 25th May 1963 ആണ് ആഫ്രിക്കൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേർഡ് അറ്റ് അഡിസ് അബാബ. എത്യോപ്യയിലെ അഡിസ് അബാബയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇപ്പം 55 സോവറിൻ സ്റ്റേറ്റ്സ് ആണ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ആഫ്രിക്കൻ യൂണിയൻ ഫോം ചെയ്തത്? നമുക്കറിയാം, ആഫ്രിക്ക എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെയായിരുന്നു? വളരെ പോവേർട്ടി ഒക്കെ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. പണ്ട് സ്ലേവറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡിക്റ്റേറ്റർഷിപ്പ് അനുഭവിക്കേണ്ടി വന്നതാണ്. ഇപ്പൊ ഇന്ത്യ എന്തായിരുന്നു? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അതുപോലെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ആഫ്രിക്കനെ അവരുടെ കോളനി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആളുകൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു? ആഫ്രിക്കൻ യൂണിയൻ ഫോം ചെയ്തു. അതായത് ഈ ഫോറിൻ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും ഇനി ഉണ്ടാവാതിരിക്കാനും, അങ്ങനെ ആഫ്രിക്ക ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റ്സ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ആഫ്രിക്കൻ യൂണിയൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ആരാണ് അതിന്റെ പ്രസിഡന്റ്? മൗറീഷ്യാന എന്ന് പറയുന്ന കൺട്രീന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഓളുത് ഗസ്വാനി. അദ്ദേഹമാണ് പുതിയ ചെയർപേഴ്സൺ. അടുത്തതാണ് ASEAN. എന്താണ് ASEAന്റെ ഫുൾ ഫോം? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള 10 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയുള്ളത്? ASEAN. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. മോട്ടോ എന്താണ്? വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, ബ്രൂണൈ, വിയറ്റ്നാം, ലാവോ, മ്യാൻമാർ, കംബോഡിയ, ഈ 10 രാജ്യങ്ങളാണ് ASEAന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന് എന്തൊക്കെ ഗോൾസ് ആയിരുന്നു ഉള്ളത്? അത് തന്നെയാണ് ASEAന്റെയും ഗോൾസ്. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. നമ്മൾ അബ്രിവേറ്റ് ചെയ്തിട്ട് സാർക്ക് എന്ന് വിളിക്കും. അപ്പൊ സൗത്ത് ഏഷ്യയിലുള്ള 8 രാജ്യങ്ങളാണ് ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയും ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള കൺട്രീസ് ആണ് അല്ലെ. നമുക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള രാജ്യങ്ങളാണ്. പിന്നെ ആരാണ്? മാൽദീവ്സും ശ്രീലങ്കയും. ഇന്ത്യന്റെ നെയ്ബേഴ്സ് തന്നെയാണ് മാൽദീവ്സും ശ്രീലങ്കയും. അപ്പൊ ഇങ്ങനെ 8 രാജ്യങ്ങളാണ് സാർക്കിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അത് ഫോം ചെയ്തത് എവിടെയാണ്? ധാക്കയിൽ വെച്ചിട്ടാണ്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിൽ വെച്ചിട്ട് 8th December 1985 സാർക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, 1st January 1955 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഫോർമേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ ഇൻ സ്വിറ്റ്സർലാൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? ഇന്റർനാഷണലി നടക്കുന്ന ട്രേഡുകളുടെ ഒക്കെ കോപ്പറേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനും വളരെ പീസ്ഫുൾ ആയിട്ട് ട്രേഡ് ഒക്കെ ചെയ്യാനുള്ള
ഒരു മാർഗനിർദ്ദേശങ്ങളും അതിന്റെ കോർഡിനേഷനും ഒക്കെ ചെയ്യുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇപ്പോഴത്തെ അതിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ഗോസി ഒക്കോൻജോ ഇബിയാല. ഓക്കെ. Then it is the world's largest international economic organization. 166 മെമ്പർ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ് IMF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1945 ഡിസംബർ 27 ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓരോ രാജ്യത്തിന്റെയും എക്കണോമിക് പോളിസീസിനെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യമൊക്കെ വരുമ്പോൾ അവർക്ക് കടം കൊടുത്തൊക്കെ അവരെ സഹായിക്കാനും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാനുമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉള്ളത്. അപ്പൊ ഇപ്പൊ ഡയറക്ടർ ജനറൽ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ഓക്കെ. IMF-ന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ക്രിസ്റ്റലീന ജോർജീവയാണ്. ദാറ്റ്സ് അബൌട്ട് IMF. ഇത്രയും വേൾഡ് ഓർഗനൈസേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.